ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഷെരീഫിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ജാസിയെയും ആശയെയും കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഷെരീഫ് പറയാൻ പോകുന്നത്. കാരണം സ്വന്തം പെറ്റുമ്മയെ തള്ളിപ്പറഞ്ഞ ആഷി, എന്താ പറയുക, ആണും പെണ്ണും കെട്ട ജന്മത്തിന് വേണ്ടി പെറ്റുമ്മയെ തള്ളിപ്പറഞ്ഞ് അവൻ ഒരിക്കലും ഗുണം പിടിക്കില്ല. ആ ഉമ്മയുടെ ശാപം എന്നും അവൻ്റെ മേലുണ്ടാവും. അപ്പോൾ ഉമ്മയെ സ്നേഹിക്കുന്ന ഒരാളും, എന്താ പറയുക, ആ ഉമ്മയുടെ കണ്ണീര് കാണാതെ പോവില്ല. അവനില്ലെങ്കിൽ ഈ ലോകം മുഴുവനും ആ ഉമ്മയുടെ കൂടെ ഉണ്ട്. അത് നീ ആദ്യം മനസ്സിലാക്കണം ആഷി. അപ്പോൾ എന്തായാലും നമുക്ക് ഷെരീഫ് ബ്രോയിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? പതിവ് വാക്കന്നെ, ബിസി 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 തന്നെ. നാട്ടിലുണ്ടാകുമ്പോഴുള്ള അവസ്ഥ തന്നെയാണ്. നാട്ടിൽ വന്ന് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചതാ. അതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പൊ എന്തിനാ വന്നറിയോ? കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. മറ്റൊന്നുമല്ല, ആശയുടെ ഉമ്മയുടെ ഒരു മറ്റേ ഇന്റർവ്യൂ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോ അതിനെ കുറിച്ചിട്ട് കുറെ ആളുകൾ റിയാക്ട് ചെയ്തിരുന്നു. എന്താ നീയൊന്നും ഉണ്ടാത്തത്, നിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ മെസ്സേജും വിട്ടിരുന്നു. കുറെ ആളുകൾ എന്റെ പല വീഡിയോസിനും കമന്റ് വിട്ടിരുന്നു. അവരോടാട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ഇതെന്താ ചെയ്യാന്ന് അറിയോ? ഇത് ഞാൻ ആദ്യം കയറിയാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മോശക്കാരം. എന്തിനാ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, പിന്നെ നീ നിന്റെ പണിയെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും തന്നെ ഇതാരൊക്കെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുമല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ലേറ്റ് ആക്കി പിടിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എത്ര പേര് ഇതിന് റിയാക്ട് ചെയ്യണ്ട, ഏത് കാര്യം എങ്ങനെയാണ് ഇത് സമൂഹം ഇതിന് എടുക്കണെന്നുള്ളത് ഒന്ന് നോക്കാലോ. അപ്പോ സംഭവം ഒരുവിധപ്പെട്ടവരൊക്കെ ഇത് ചെയ്തിട്ടുള്ളൂ. എന്താ പറയാ, ഉമ്മാനെ ഒരിക്കൽ പോലും പിന്നെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും സ്നേഹിച്ച ഒരാൾക്ക് ആ ഉമ്മയുടെ വാക്കുകളെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയൂല. അപ്പൊ അതിന്റെ പേരില് ഞാൻ എന്ത് ചെയ്തു, ഇതൊന്നാണ് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പിന്നെ നന്മ മരങ്ങളൊന്നാണ് മാറി കേട്ടോ. കാരണം എന്താ പറയുക, അവർക്ക് ഇത് പിടിക്കൂല. അവർ ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് നന്മ മരം പറയുന്നുണ്ടല്ലോ, ഒക്കെ ഈ സൂക്കടിലെ ആളുകളാണ്. ഇപ്പൊ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയാം. ഞാനായിട്ട് പിന്നെ പറഞ്ഞില്ല എന്ന് പറയണ്ട. ഒന്നാണ് മാറി നിന്നോ, ഒന്നാണ് തള്ളി നിന്നോ, ഞാൻ ഈ വീഡിയോക്ക് എന്തായാലും റിയാക്ട് ചെയ്യും. അപ്പോ വീഡിയോ കണ്ട് ബാക്കി പറയാം. എന്നെ ഒഴിവാക്കി ആശ വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും. മക്കൾ നല്ലൊരു പരിപാടി ഒരിക്കലും ഉണ്ടാവും. എന്റെ മോൻ അത് ഇന്ന് ഒഴിവാക്കി കൊണ്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതെന്നെ പറയുന്നുണ്ട്. മോൻ ഞാൻ മരിച്ചാലടക്കം പറയുന്നു. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എന്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പൊ ഇല്ലാത്ത അപ്പെന്തിനാണ്? ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനം തരട്ടെ. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവരൊറ്റക്ക് ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കേട്ടോങ്ങളെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ. ആ ഉമ്മാന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സ് വല്ലാണ്ട് ഒരുങ്ങുന്നു അത് കേൾക്കുമ്പോൾ. ഈ ഉമ്മ പറയണില്ലേ എന്താ ഒരു തെറ്റ്? ഒരു പെണ്ണായിരുന്നെങ്കിൽ ഏത് ജാതി ആയിക്കോട്ടെ, മതം ആയിക്കോട്ടെ, കറുത്തതായിക്കോട്ടെ, എന്തോ കുറവുണ്ടായിക്കോട്ടെ, ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ഇവനിക്ക് ഞാൻ ഒരിക്കലും കെട്ടിച്ചു കൊടുക്കൂല എന്നല്ല, എനിക്ക് അവന്റെ കൂടെ ഇവൻ പോകുന്നത് ഒരിക്കലും പൊരുത്തമില്ല എന്നാ. എടാ, ഈ ഉമ്മാക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നിനക്കില്ല, ഈ ഭൂമിയും ഇല്ല ആകാശവും ഇല്ല, അത്തരത്തിൽ നീ നരകിച്ചു പോകും. ഇതൊന്നും എന്നും നിലനിൽക്കുന്നു വിചാരിക്കണ്ട. നിന്റെ ഈ വിയർപ്പിന്റെ അസുഖം ആദ്യം നീ മാറ്റിയെടുക്ക്. ഇജി ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ എൻ്റെ ആ കൊറ്റൻ താടിയും വെച്ചും കൊണ്ട് ഇജി ഓനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് ഇജൊന്ന് ചിന്തിക്കുക. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ്? സമൂഹത്തിന്റെ മുമ്പില്, കുടുംബത്തിന്റെ മുമ്പില്, എല്ലാത്തിലും നീ ഒറ്റപ്പെട്ടിട്ടും നിന്നെ കാർക്കിച്ച് തുപ്പുന്ന രീതിയിലേക്ക് വരെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഉമ്മാന്റെ കണ്ണീര് തന്നെ ജനങ്ങൾ കാണുള്ളൂ. ഇത് എത്ര പേര് കാണുമെന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ലേറ്റ് ആക്കി ചെയ്തതും. ഇജ് എന്താ പറഞ്ഞേ? ഉമ്മാക്ക് ഞാൻ നല്ലൊരു മര്യോളായിരിക്കുന്നു അല്ലേ? ഒന്നിനാത്രം പോകുന്ന ചെങ്ങായി അല്ലേ ചങ്ങായി? ഇജൊന്ന് ആലോചിച്ച് നോക്കണം. നേരങ്ങത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻഷൻ വാങ്ങേണ്ട പ്രായമായിട്ടില്ല. ഈ തമ്മാടിത്തരം കാട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കളഞ്ഞല്ലേ നടക്കുന്നത്. കുറച്ചെങ്കിലും ലോകത്തെ ആരോടെങ്കിലും ഒരു നന്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അവന്റെ വീട്ടിലേക്ക് പോകാനൊക്കെ അവന്റെ ഉമ്മ സമ്മതിച്ച അവനോട് തിരിച്ചു വരാൻ പറയും. അല്ലാണ്ട് നീ ഒരു റൂമിനകത്ത് ഇവനെയും പൂട്ടിയിട്ടിട്ട് എങ്ങോട്ടേലും പുറത്തിറങ്ങുമ്പോൾ ഒരു കോട്ട് ഇട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ എന്തിനായി കോമാളിത്തരം കാണിപ്പിക്കണം? പണിയെടുത്ത് കുടുംബം നോക്കേണ്ട ഒരാണാണ് ഇജ്ജ്.
ഇജ്ജ് കാണിക്കണത് എന്താ? നിന്നെ വിശ്വസിച്ചല്ലടാ ഒരു കുടുംബത്തിന് ഒരു പെണ്ണിനെ നിനക്ക് മറ്റേ മഹർ കൊടുത്ത് തന്നത്. അത് എത്ര നീ ഇല്ല എന്ന് പറഞ്ഞാലും ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അന്നൊക്കെ നീ ആണാ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം എനിക്ക്. ഒരു മിനിറ്റ്. ഇതാ കണ്ടോ നിങ്ങളെ? അന്ന് എനിക്ക് വളവുമില്ല തിരിവുമില്ല. ഇവന്റെ പിന്നാലെ കൂടിയതോടെ ഇവനിക്ക് വളവായി തിരിവായി. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഉമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അത്ര വിലപ്പെട്ടത്. എനിക്ക് എന്റെ മോനെ വേണം. ഞങ്ങൾ വാടകക്കാണ് താമസിക്കുന്നത്. കുടുംബം നോക്കേണ്ട ഒരു മോനെയാണ് ഇവൻ ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അവനക്ക് ഒരിക്കലും പണിയെടുത്ത് ജീവിക്കാൻ കഴിയൂല ആഷിക്ക്. അത് 100% ഉറപ്പാ. പിന്നെ ഇവൻ തന്നെ അവനെ എത്ര തവണ ഓരോ പെണ്ണുങ്ങളുടെ കൂടെ നിന്നിട്ടും ഇവന് ഓരോ ചാറ്റിങ് പിടിച്ചിക്കണു. അതുപോലെ തന്നെ മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് പിടിച്ചിക്കണു. അപ്പൊ ഇവൻ പെണ്ണുങ്ങളോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? എന്നിട്ട് ഇപ്പൊ ഒരു ഇന്റർവ്യൂ കയറി എന്നിട്ട് പറയാം, ഞാൻ ഉമ്മാന്റെ മരിയോളാകും, ഉമ്മ സ്വീകരിച്ച എന്റെ മരിയോളാകും. എങ്ങനെയാണ് പന്നി മരിയോളാകും? ഞാൻ അന്ന് പറഞ്ഞ മാതിരി തന്നെ കൊലല്ല എന്നെ ആരാ മരിയോളാക്കുക? ഇത് പറയും. ഒരു ചുരിദാർ ഇട്ട എല്ലാം ആയിന്ന അതോട്ട് മുറിച്ച് കളയാനും പറ്റൂലോ. എനിക്ക് ഇന്ന മോനെ എല്ലാരും പെണ്ണാക്കും വേണം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം. അതില് ആ പെണ്ണ് പറയുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, ഏത് ഈ ആണായിട്ടാണോ പെണ്ണായിട്ടാണോ ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പൊ ഓണ്ട് പറയാം എന്റെ ട്രീറ്റ്മെന്റ് ആണ്, എന്റെ അതാണ്, എന്റെ ഇതാണ്. സംഗതി ഓന്റെ മുറിച്ച് കളയാൻ എനിക്ക് താല്പര്യമില്ല. ഓനിക്ക് ഈ സാധനം വേണം. പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ ബുർജ് ഖലീഫ അല്ലേ കഴിക്കണേ? പഠിച്ച് ചാകാനുള്ള പരിപാടി ഒന്നുമില്ല. ലൈഫ് മുന്നോട്ട് നീണ്ടത്ര കണ്ടമാനം നാട്ടിലെ ലൈഫ് മുഞ്ചിപ്പിച്ചിട്ടേ. ഇജ്ജ് 1ാം ക്ലാസ് പോയി ചേർന്നു, അല്ലെ LKG പോയി ചേർന്നു, നന്നായിട്ട് പഠിച്ചോ. അൻ്റെത് ഇജ്ജ് കട്ട് ചെയ്യൂല. അത് ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അനക്ക് ഈ സാരി എടുത്തിട്ടില്ല, ഈ നാടകം കളി തന്നെ അറിയുള്ളൂ. ഇജ്ജ് അത്ര വലിയ വെമ്പനാണെന്നുണ്ടെങ്കിൽ ഇജ്ജ് ഒരു പെണ്ണ് കെട്ടുവോ? ഒരു പെണ്ണിന്റെ ജീവിതം ഇജ്ജ് തകർക്കോ? അതൊക്കെ അന്ന് അങ്ങനെ ആക്സിഡന്റ് മാതിരി ഉണ്ടായതാണെന്ന് എല്ലാ ഇന്റർവ്യൂലും പറയും. എടാ ഇങ്ങനത്തോനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവൂല. പിന്നെ എന്റെ ഉമ്മാനെ എന്ത് തമ്മാടിത്തരത്തിനും കിട്ടുന്നുള്ളതെന്ന് എന്നെ തെളിയിപ്പിച്ചിരിക്കണു. ഞാൻ എന്റെ ഉമ്മാനെ മോശമാക്കി പറയല്ല. പക്ഷെ ഒരു ഉമ്മയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം മറ്റൊരു സ്ത്രീ, അതേ നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീയുടെ ഒരു വേദന കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ല. ഇവന്റെ ഉമ്മ തീർച്ചയായിട്ടും ഇവന്റെ ഉമ്മാടെ അടുത്തും കുറെ തെറ്റുണ്ട്. ഇവന്റെ സന്തോഷത്തിന് മറ്റേ ഒരു ഉമ്മാനെ എത്രത്തോളം കണ്ണീര് കുടിപ്പിക്കും? അത് ഇനി ഇവന്റെ ഉമ്മയും ഇവിടെ കൂട്ടി നിൽക്കുന്നത് കൊണ്ടല്ലേ. ഇവനാണ് ചെല്ലുമ്പോഴത്തേന് ഇറച്ചിയും പത്തിരിയും മറ്റേ കോഴി എന്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം. മജോ ചെന്നിട്ടല്ലേ. എന്നിട്ട് ഓൻ പറയാം പിന്നെ ആഷിരെ ഉമ്മ എന്നെ സ്വീകരിച്ചാൽ ഞാൻ എന്നും നല്ലൊരു മരിയോളായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് പിന്നെ ആ ഉമ്മ സമ്മതിച്ചു, എന്നെ കെട്ടിക്കൊണ്ടുപോയി. അയലോക്കക്കാരൊക്കെ പാടെ പുതിയണ്ണിനെ കാണാൻ വന്നിക്ക. ഈ 2 ചങ്ങായിമാർ നിൽക്കുമ്പോൾ ഈ തള്ള എന്താ പറയാ? ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ആഷിയുടെ അമ്മ എന്ത് പറയും? ഇതിന്റെ മകനും അതിന്റെ മരുവനെന്നോ? എന്തായാലും മരിയോളെന്ന് പറയാൻ പറ്റൂലല്ലോ. പറ്റുമോ? ഇജ്ജാണ് മരിയോളാവുന്ന ഇജ്ജാണ് സ്വയം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാതിരി ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അതെന്താ അറിയോ? ആ സാധനം അവിടെ ഉള്ളിടത്തോളം കാലം. അല്ലെങ്കിൽ ഇജ്ജ് കട്ട് ചെയ്യേ. നിങ്ങളൊന്ന് നോക്കാലോ. ഈ 2 കൊട്ടത്തേങ്ങയും വെച്ചിട്ട് ആ കൊലയും വെച്ചിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഇജ്ജ് എങ്ങനെ പെണ്ണാവുന്ന ഇജ്ജ് പറയണത്? ഒരു പിടുത്തമല്ല. എനിക്കൊരു കാര്യം കേൾക്കണോ? അന്നെ ഈ റിയാക്ട് ചെയ്യുന്നതും അന്നെ ഈ ട്രോളുന്നതും മിക്ക ആളുകളും പണം മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, അമിതമായ എന്നോടുള്ള വെറുപ്പ. ആ വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഇജ്ജ് ഉണ്ടാക്കിയതാ. ഒരു ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് കരയുമ്പോ ഇജ്ജ് എന്ത് ഇപ്പുറത്ത് നിന്നിട്ട് 2 കൊട്ടത്തേങ്ങയും വെച്ച് ഡാൻസ് കളിക്കുക. ഒരു ഉമ്മാനോട് ചെയ്യാവുന്ന ഏറ്റവും അങ്ങേയറ്റം എന്താ പറയാ തനി തെമ്മാടിത്തരാണ് ഇജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുടുംബം നോക്കണ്ട ചങ്ങായിനെയും വിളിച്ചുകൊണ്ട് ഇവളും മറ്റേ എന്താ പറയാ സിമെന്റും ചാക്ക് കട്ട പിടിച്ചുള്ള അവസ്ഥ ഉണ്ട് നമ്മളെ. ഒരു സിമെന്റും ചാക്ക് നിങ്ങൾ കുറച്ച് കാലം ഒന്ന് പുറത്ത് വെച്ച് നോക്കൊണ്ടു. അത് കട്ട പിടിച്ച എന്താ അതേ അവസ്ഥയിൽ ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് ഓളങ്ങോട്ട് ഇറങ്ങും. കണ്ടിട്ടില്ലല്ലോ നിങ്ങള്? ഞാൻ കാണിച്ചത് എന്താ
ചുരുക്കം പറഞ്ഞാൽ രണ്ടാൾക്കും ആള് ക്യൂ നിൽക്കുക. വില്ലേജിന്റെ മുന്നിൽ പോയ മാതിരി ഭയങ്കര ക്യൂവാ. ഓലെ ചൊറുക്കും കൊണ്ടും ഓലെ മറ്റേ ഇതുകൊണ്ടും. ഇപ്പൊ പട്ടുപാവയുടെ എടുത്തു കഴിഞ്ഞാൽ ഏട്ടന്മാര് മെസ്സേജ് അയക്കൂത്രേ. അള്ള പന്നി പറയണേ, ഒരു പെണ്ണ് മെസ്സേജ് അയക്കുന്നല്ല പറയണത്, ഏട്ടന്മാര് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ആഷിക്ക് പെണ്ണുങ്ങൾ മെസ്സേജ് അയക്കണ കാര്യം, ആഷിക്ക് പെണ്ണുങ്ങളും മെസ്സേജ് അയക്കുന്നുണ്ട്, ഓൻ തിരിച്ചു അയക്കുന്നുണ്ട്. ഇവൻ കാണുമ്പോഴുള്ളൂ പ്രശ്നം. ആഷിനേക്കാൾ മൂത്തതാണ് ഇവനെ. നേരങ്ങത്തെ നല്ലപ്പം കാലത്ത് ഇവ കെട്ടിയ സമയത്ത് കെട്ടിക്കുകയാണെങ്കിൽ ആഷിയുടെ പ്രായമുള്ള ഒരു ചെറുക്കം ഉണ്ടാവും ഇപ്പൊ എനിക്ക്. എന്നിട്ട് ഓൻ മാപ്പിളയാക്കിട്ട് നടത്തലാണ് ഇപ്പൊ ഈ ചെങ്ങായിന്. അള്ള പന്നി കോട്ട് കണ്ടപ്പോ ഇതാണ് എല്ലാം ദുനിയാവെന്ന് വിചാരിച്ചിരിക്കാണ്. ഒരു കോട്ടും ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ, തൊള്ളയും പൊളിച്ചിട്ട് തിന്നേണ്ടത് വരെ ഓന്റെ അണ്ണാക്ക് വരെ മറ്റേ കൊണ്ടു കൊടുക്കും. ആരെ? ഈ ജാസി. പിന്നെന്താ ഇതുപോലെ. പക്ഷെ എല്ലാ കാലത്തും ഇത് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ആ ഉമ്മാടെ ശാപം അധികം വഴുകാതെ തന്നെ എനിക്ക് തിരിച്ചടിക്കും. ഇവ ഉമ്മാനെ പറഞ്ഞൊരു വർത്താനം ഉണ്ട്, എന്താ അറിയോ? എന്റെ ഉമ്മല്ലേ നുണച്ചിയാണ് എന്ന്. എടാ ആരുടെ ബലത്തിലാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉമ്മാനെ ഇത്രയും മോശം ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറയണം? എന്റെ ഉമ്മയല്ലേ, എന്നെ നൊന്ത് പ്രസവിച്ചതല്ലേ, എടുത്തുകൊണ്ട് കിടന്ന് ഭക്ഷണം തന്നതല്ലേ, ഈ ഒരു കള്ള പന്നിക്കും വേണ്ടിയിട്ടല്ലേ ആ മഹാപാപത്തിന് ഇത്രയും ഇട്ട് ഇടങ്ങാറാക്കുന്നു? ഒന്ന് ആലോചിച്ചൊക്കെ. പുറത്തിറങ്ങാൻ പറ്റിയ മാനക്കെട് കൊണ്ട് മാനക്കെട എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യമാണെന്ന്. നടക്കും, പക്ഷെ അതിനൊക്കെ ഒരു രീതി ഉണ്ട്. അങ്ങനെ ആ സിറ്റുവേഷനിൽ ജനനത്തോടെ തന്നെ അങ്ങനെ വളർന്നു വന്ന ഒരാളാണെങ്കിൽ ഇത് രണ്ടും ഡ്രാമയാണ്. ഇത് രണ്ടും ഡ്രാമയാണ്. കാരണം എന്താ വെച്ചാ ഇവരായിട്ട് ഇവർക്ക് ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ ഇവളി സോഷ്യൽ മീഡിയ കൂടെ മോട്ടിവേഷൻ ആയി കൊടുക്കുന്നത്. അത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവരെ ഈ തെമ്മാടിത്തരം കൊണ്ട് ചെറിയ ചെറിയ ചെക്കന്മാരെ വഴി തെറ്റുന്നത്. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെ അതേ അസുഖമുള്ള ആളുകൾ കുറച്ചൊക്കെ ഇവരെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതിപ്പോ കുറെയൊക്കെ നിന്നിക്കണു. പക്ഷെ ഇവൻ എന്താ അറിയും, ഇവനെല്ലാരെയും പൊച്ചിക്കുകയാണ്. ഇവനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. എത്ര ദാരിദ്ര്യം പിടിച്ച സ്ഥാപനമായിരിക്കും. അതല്ലെങ്കിൽ അതിന്റെ മൊലാളി ഇതിന്റെ ആളുകളായിരിക്കും. ഒരു റീച്ച് മാത്രമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കൂല. ഞാൻ കാണിച്ചത് ഒരു മിനിറ്റ്. ഇവന്റെ പിന്നാലെ നടന്നിട്ട് കുപ്പിയും പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ പിടിച്ചു നടക്കാനുള്ള ഒരാളാണ് അവന്. ഒരു ബംഗാളിനെ നിർത്തിയാ പോരാ ചെങ്ങായി എനക്ക്. ഇവൻ അതിന്റെ തള്ളതെത്തി കൂടെ എന്നിട്ട് ഒരു ബംഗാളിനെ പണിക്ക് നിർത്തി. എന്തിനാണ് ആ ചെങ്ങായിയുടെ ജീവിതം കളയുന്നത്? ഇതൊന്ന് ആലോചിച്ചോ. ഇതൊന്ന് കെട്ടി ഒരു പെണ്ണിന്റെ ജീവിതം നാശത്തേക്ക് കൊണ്ടുപോയാക്കി. സത്യം പറഞ്ഞാൽ ആ പെണ്ണ് കഴിച്ചിലേക്ക്. ആ പെണ്ണും അതിന്റെ ആ ബന്ധുക്കാരൊക്കെ അത് കാണുമ്പോഴല്ല അവസ്ഥ ആലോചിച്ചോക്കെ. ചില്ലറ അംഗൊന്നും അല്ല. അതൊക്കെ ഒന്ന് കാണുമ്പോ നാണവമാനം ഈ പഹനില്ല. മനസ്സിലായോ? എരുത്തുകൂടെ തൊട്ട് നീന്തിയിട്ടില്ല ഇവനക്ക് നാണവമാനം. എന്നിട്ട് ഓന് ഈ മറ്റോന്റെ ഉമ്മാനെ ഇവരുന്ന് കളിയാക്കുക. ഇവന്റെ ഓരോ ഇന്റർവ്യൂവും കാര്യങ്ങളും ഇവന്റെ വീഡിയോ ഒക്കെ കണ്ടറിയാം ഇവൻ വെറും ഡ്രാമയാണ് എന്നുള്ളത്. ചെറിയ ചെറിയ ചെക്കന്മാർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. ഇസ്ലാമിന്റെ ഈമാന്റെയും കാര്യമൊക്കെ പറയാം. ദീനിന്റെ ഒക്കെ ക്ലാസ് എടുക്കണ കണ്ടാണ്ടോ. കബീർ ബാക്കയ്ക്ക് നൗഷാദ് ബാക്കയ്ക്ക് കൂടി അത്ര അറിവില്ല. അമ്മാരത്തെ അറിവാ എനിക്ക്. മറ്റേ സ്വന്തം ഉമ്മാനെ കുറിച്ചിട്ട് പറയണേ. ഉമ്മാനോട് പറയാ, പടച്ച തമ്പുരാൻ തന്നെ ഇറങ്ങി വന്നാലും ശരി ഞാൻ ജാസിനല്ലാതെ ആരെയും ഞാൻ സ്വീകരിക്കൂല. ഇപ്പം പറയണേ ആളിനെ ഉമ്മാനെയും പടച്ചോനെയും ഒക്കെ വെല്ലുവിളിച്ചിറങ്ങിയിട്ട് അത്രക്കും വലിയ പ്രണയത്തിലാണ് ആരെ ഇവർ രണ്ടാളും. ഒന്ന് മൊയ്തീനും ഒന്ന് മൊയന്തീനും. അതൊക്കെ തിരുമ്പോ മൊയ്തീനും കാഞ്ചനയും എന്ന് പറയാൻ പറ്റൂലോ, രണ്ടും ആണല്ലേ. അപ്പൊ ഒന്ന് മൊയ്തീനും ഒന്ന് മൊയന്തീനും, അത് മതി. ഓൻ പറയണേ കേട്ടോ. ഇറങ്ങി വന്നാലും ആഷിൻ ജാസിന്റെ കൈവറന്ന ആഷിന്റെ കഴിച്ച് തല പോകണം. എന്നെ എന്റെ കുടുംബത്തിൽ ജാസിലേക്ക് സ്വീകരിക്കാൻ പറ്റും, സ്വീകരിച്ചില്ല സ്വീകരിക്കണമെന്നില്ല. പിന്നെ എന്റെ അമ്മ മരിച്ചെന്റെ ഞാൻ എന്റെ അമ്മനെ കാണണം പറഞ്ഞ ടൈമിൽ ഞാൻ പോയി കാണും. മനസ്സാട്ടിട്ട് കുടുംബം എനിക്ക് ജാസിനോട് ജീവിക്കാൻ പറ്റും, ജാസിനോട് ജീവിക്കും. നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റേ സ്വീകരിക്കും. ഇപ്പോഴും എന്റെ മനസ്സിൽ എന്റെ ഉമ്മന്റെ ഉമ്മനെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളെ മരിച്ചു പറഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഞാൻ ജാസിന്റെ ഒന്ന് കെട്ടോ, ജാസിന്റെ അടുത്തൊന്ന് ജീവിക്കോ, തല പോയിക്കോട്ടെ. ഞാൻ ആരൊക്കെ ഒറ്റായിക്കോട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ ജാസി കൊടുത്ത വാക്കാണ്. ജാസി എന്നെ ഒരിക്കലും കുടിച്ചു നിർത്തിക്കില്ല. ഇപ്പൊ നിങ്ങൾ പറയും ജാസി ആഷിനെ കൊണ്ട് ജാസി പറയിപ്പിക്കുന്നു. ഒരിക്കലും ഇല്ല. ആ ജാസി ഇവിടെ അല്ല.
ജാസിക്കറിയില്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ എന്നെ ഇപ്പൊ ആശി എന്റെ കാര്യം ഈ സൊസൈറ്റി ഒന്നും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തായി നിന്റെ മകനെ കിട്ടിയമ്മ ഞാൻ നീ പോയിക്കോ ആശി കണ്ടു പറയണ്ട ബസ്സിന് എനിക്കറിയാം കണ്ടു ആശി പോയിക്കോ നിന്റെ കാര്യങ്ങൾ നോക്കിക്കോ നല്ലൊരാണ് പടച്ചത് കേട്ടോ നിങ്ങളെ ആ പറഞ്ഞിട്ട് ആശയപ്പേക്ക് ഒന്നിട്ട് പോണില്ല ജാലിനെ പൊട്ടനാക്കണു. ആശി പോകൂല. ആശി പോകാത്തതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? ഓനിക്ക് നയിക്കാൻ കഴിയൂല, പണിയെടുത്ത് ജീവിക്കാൻ കഴിയൂല. അതറിയാം. കാരണം കുടുംബത്തിൽ വെച്ചിക്കണോ, കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്, ആ ഉമ്മ എങ്ങനെയാണ് കഴിയുന്നത്. നീ ഒരു പെണ്ണ് കെട്ടിയിട്ട് ആ പെണ്ണ് നോക്കേണ്ട കുടുംബം, ആ ഉമ്മ, ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടാണ് ഇവന്റെ ചെലവിൽ നീ കടന്നിട്ട് ഈ വിലസുന്നത്. ഓൻ പറയുന്നത് പടച്ച തമ്പുരാൻ ഇറങ്ങി വന്നാലും ശരി ഇനിയും ജാസിനെ പിരിക്കാൻ പറ്റൂല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ കുറച്ചുണ്ടെങ്കിൽ പോയി ചാകടാ. ഇതിക്കും അന്തസ്സുണ്ട്. എന്നാലും ആ ഉമ്മാടെ പ്രാർത്ഥന നിന്റെ കബർക്കെങ്കിലും വരുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. എന്തിനാ ഇങ്ങനെ ജീവിക്കണം? ജീവിക്കുന്നിടത്തോളം കാലം നിനക്ക് ആ പ്രാക്കും ആ കുരുത്തക്കേടും തട്ടിക്കൊണ്ടേയിരിക്കും, യാതൊരു സംശയമല്ല. പിന്നെ ഒരിക്കലും ജാസിന്റെ ഉമ്മ സ്വീകരിച്ച മാതിരി ആശയുടെ ഉമ്മ നിന്റെ ഉമ്മ സ്വീകരിക്കുമെന്ന് വിചാരിക്കേ വേണ്ട. അത് സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട. അതൊരിക്കലും സംഭവിക്കൂല. അതൊരിക്കലും സംഭവിക്കൂല ജാസി. അതിന് എന്ത് തരം പറഞ്ഞിട്ടിട്ടും കാര്യമില്ല. ഇവന്റെ ഒരു പുതിയൊരു വീഡിയോ വേറെ കാണിച്ചാലപ്പോ പിന്നെ മോനെ മോഷ്ടിക്കാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞാൽ അത് ഉമ്മക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല. മരുകളോ അന്നെ മരുവളായിട്ടില്ലേ? ഒരിക്കലും ആ ഉമ്മ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നത്. പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്ക് അറിയില്ല. അത് നല്ലൊരു ചോദ്യം. ഒന്ന്, ആ ഉമ്മ അംഗീകരിക്കില്ല എന്നുള്ള സത്യം അനക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത്. രണ്ട്, ട്രാൻസ് ആയതാണോ തെറ്റെന്ന്. ഇത് രണ്ടും തെറ്റന്നെ. എന്താ അറിയോ? ഇത് നല്ലൊരാണായിരുന്നു. പിന്നെ ജായില് അവിടെ തന്നെ ഈ ഉമ്മാടേന്നല്ല എല്ലാവർക്കും വന്ന് എന്നോടുള്ള വെറുപ്പതാ. ജാണിനെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ലക്ഷക്കണക്കിന് കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ടും അല്ലാതെയും നയിച്ചതും ഒക്കെ പാടെ ചേർത്ത് ഈ ട്രാൻസ് ആകാൻ കളിച്ച കളിയില്ലേ, ആ ഡ്രാമയാണ് എല്ലാവർക്കും പൊളിഞ്ഞത്. അതെന്തായാലും ഇവരുടെ ചില വീഡിയോസ് ഒക്കെ കാണണം. ഇവൻ ഓരോ പെണ്ണുങ്ങളൊക്കെ അതും എങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച പെണ്ണുങ്ങളെയൊക്കെ ഇപ്പം കയറിയിട്ട് കെട്ടിപ്പിടിച്ചലും തോള് കയ്യിരിച്ചലും ഇതാക്കലും ഇതിനൊക്കെ സമ്മതിച്ചോലൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒന്ന് തപ്പി വയ്ക്കളാ. നിങ്ങളൊക്കെ മാപ്പിളാർക്കുള്ള തന്നെ ഇവനിക്കും ഉള്ളൂ. ഇവൻ ഡ്രസ്സ് ഇട്ട് വെച്ചിട്ട് ഇവന് പെണ്ണായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്താനുവദിച്ചില്ല നിങ്ങളെ തോള് കൈയിടാനും വയർമ പിടിക്കാനൊക്കെ അനുവദിക്കണത്. അപ്പൊ അതൊക്കെ ഈ ചങ്ങായിന്റെ അടുത്ത് നിന്ന് വട്ടം കറങ്ങി ചെയ്യുന്നവർക്ക് പെണ്ണുങ്ങളോടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ബാക്കി കേൾക്കാം. ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ, ഉന്നത നിലയിലുള്ള ആൾക്കാരെ കല്യാണം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാര് പിന്നെ അതിൽ ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞു. ഞാൻ ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. ഉമ്മ കൊറേ കള്ളങ്ങൾ പറയുന്നുണ്ട്. ഉമ്മാനെ ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞിട്ടില്ലേ ഏത് ഇന്റെ പഴയ വീഡിയോസ് എടുത്താൽ തന്നെ ഇവൻ പറയുന്നതും ഇവന് ഒരു ഉമ്മാനെ എന്തിനാടാ തെറി പറയണു, മോറടക്കി 4 കൊടുക്കുന്നതിന് തുല്യമുള്ള വാക്കുകൾ അടക്കം യൂസ് ചെയ്തിട്ടില്ലേ? ഉമ്മ നിന്നെ കുണ്ടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ? പിന്നെ അന്നെ വേറെന്താ വിളിക്കണ്ടു? ഇജ്ജെന്നെ പറഞ്ഞോണ്ട് അന്നെ വിളിക്കേണ്ട പേരെന്താണെന്ന്. ഒരാണായി കിടക്കണ അന്നെ ഈ വേറൊരാണിന്റെ പിന്നാലെ ഒരു ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഇത്തരം തമ്മാടിത്തരങ്ങളും കാട്ടി നടക്കുന്ന നിന്നെ പിന്നെ എന്താ വിളിക്കണ്ടേ? സദ്ദാം ഹുസൈനെന്നോ? ഇജ്ജെന്നെ പറ. ഭയങ്കര ധീരനായ ആണിന്റെ പരിപാടിയാണല്ലോ ഇജ്ജ് ചെയ്തിട്ടുള്ളത് അല്ലെ? നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ കുറേ ചാനലുകളുണ്ട്. നീ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് നീ കേറിയിട്ട് എന്ത് തമ്മാടിത്തരവും ഒരു മോട്ടിവേഷൻ എന്നുള്ള രൂപത്തിൽ നീ വിളിച്ച് പറയുന്നുണ്ട്. നിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചുതരാം. ഉമ്മാക്ക് എനിക്കറിയില്ല, ഉമ്മാക്ക് അത് സ്റ്റിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ എന്റെ പല സുഹൃത്തുക്കളും അവരെ ഹസ്ബൻഡിന്റെ വീട്ടില് അവരെ അമ്മമാര് അവരെ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. സുഹൃത്തുക്കളുടെ ഹസ്ബൻഡ്, ഐ മീൻ നീ ഉദ്ദേശിച്ചത് ഒറിജിനൽ പെണ്ണാണോ അതോ എന്നെ പോലത്തെ വെച്ചുകെട്ടാണോ? എനിക്കും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അനക്കും ഇതുപോലെ അമ്മായിമ്മ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതല്ലേ നല്ല തീരുമാനം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവന്റെ ഒരു ഗുരുത്താകർഷണം പാലക്കാട് പോയിട്ട് അതും മാന്യമായി ജീവിക്കുന്ന ഒരു ഏരിയയിൽ പോയിട്ട്
നേരം വെളുത്തിട്ട് ഇതാ ഇവനുണ്ടല്ലോ ഈ സിമന്റ് ചാക്കിന്റെ മണലേറ്റിയ മാതിരിയുള്ള ആ വരവും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവനെ പൊട്ടില്ലാതെ നിങ്ങൾ കണ്ടുക്കണോ? ഇല്ലല്ലോ. ഒരു മാന്ത്രിക വടിയും കൂടി കയ്യിലുണ്ടെങ്കിൽ അതന്നെ, അതാണ് ഇവന്റെ അവസ്ഥ. ഇവന് ഈ മറ്റേ എന്താ പറയാ കുട്ടി വർക്കില്ലെങ്കിൽ ഇവന് യഥാർത്ഥ ആണാ. അവന്റെ മോന്തയൊക്കെ ഒന്ന് കാണണം ശരിക്കും നിങ്ങള്, കുട്ടി വർക്കില്ലാണ്ട്. ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വേറെ എടുത്ത് കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതിപ്പോ ഇനി എന്തോ ആയിക്കോട്ടെ, കുറെ മേക്കപ്പ് അല്ലല്ലോ ഒരു മനുഷ്യന്റെ ജീവിതം. ബാക്കി കേൾക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ആഷിന്റെ ഉമ്മാനെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ആഷി. അവന്റെ മാത്രമേ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ. ഞാൻ ഫോൺ എടുത്ത ഉമ്മ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കുന്ന ഉമ്മ കേൾക്കാറില്ല. ഫോൺ എടുത്ത എന്നോട് പറയും എന്റെ മോനിക്ക് കൊടുത്താൽ മതി, എനിക്ക് എന്നോട് സംസാരിക്കാൻ ഇല്ല എന്നാണ് പറയാറ്. ഞാൻ ഓക്കെ, അത് അവന്റെ ഉമ്മാന്റെ ഒരു കാര്യമാണ്. അത് മാത്രല്ലടാ, ഒരു മോന്റെ എല്ലാ അവകാശവും ഒരു ഉമ്മാന്റെ കയ്യിൽ തന്നെയാണ്. ഏറ്റവും വലുത് ഉമ്മ തന്നെയാണ്. അത് പ്രസവിക്കുന്നവർക്കാരോ ഇജിപ്പോ ഒരു പെണ്ണായി എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് പ്രസവിക്കാൻ കഴിയുമോ? ഇജിപ്പോ മറ്റേ റീൽസിൽ പ്രസവിക്കണ മാതിരി അല്ലല്ലോ ജീവിതത്തിലെ പ്രസവം. റീൽസിൽ ഇപ്പൊ വയറ്റിലൊക്കെ ഉണ്ടായിട്ട് കരയിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നും യഥാർത്ഥത്തിൽ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണാണ്. ആ വേദനയൊക്കെ ഇവനക്ക് തിരിച്ചറിയുന്നത്. ആ ഉമ്മാക്ക് ഇവന്റെ ഒരു മക്കളെ, ഇവന്റെ ചോരയിൽ പിറന്ന ഒരു കുട്ടിനെ കളിപ്പിക്കാനും കൊഞ്ചിക്കാനും കൂടെ നിർത്താനും എല്ലാ ഉമ്മമാർക്കും വാപ്പമാർക്കും പൂതി ഉണ്ടാവും. ഇതെന്താ ചെയ്യാ? ഇവനെ കണ്ടുകൊണ്ട് നിങ്ങളെ ഇവന്റെ റീൽസ് ഒക്കെ കണ്ടാണ്ടല്ലോ ചെരിപ്പ് ഊരി തല്ലാന്ന് തോന്നും. കക്കൂസിനെ കൊണ്ട് ഓടി വന്നിട്ട് പ്രസവിച്ചു. ഇവനിക്ക് എന്താ പ്രസവം എന്നറിയില്ല. അപ്പൊ ഇവന്റെ വിചാരം ഇവൻ ഡെയിലി രാവിലെ പോയി തൂർണ മാതിരിയാണ് ഈ പ്രസവം എന്നാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവന്റെ മോന്റെ ഉമ്മാക്ക് ഒരു സ്ഥാനവും കൊടുക്കാത്തത്, മറ്റുള്ള ഉമ്മാന്റെ വേദനയും കാണാത്തത്. ഇവന്റെ വിചാര പ്രസവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നാണ്. അല്ലായിരുന്നെങ്കിൽ ആ ഉമ്മാടെ കണ്ണീരവും കണ്ടിരുന്നു. പിന്നെ അതേമാതിരി തന്നെ ഇജാതി റീൽസും ചെയ്യൂല. ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, ആശി എനിക്ക് പച്ചമാങ്ങ വേണം, എനിക്ക് താ ഇപ്പം പറയുന്നിട്ട് ഓ മാങ്ങ പറിച്ചു കൊടുക്കാനും കള്ളപ്പന്നി ഓ മാങ്ങ പറിച്ചു കൊടുത്തിട്ട് ഓ തിന്ന. എന്നിട്ട് പിറ്റേ ദിവസത്തെ റീല് കണ്ടുക്കണു ഓ കക്കൂസ്ന്ന് ഓടി വരുന്നു. പ്രസവിച്ചു. എന്താ ഓന്റെയൊക്കെ ഇത്? എന്താണ് പ്രസവം, എന്താണ് മാതാവ് എന്ന് ഇവനിക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവനിക്ക് ഈ കക്കൂസ് പോയി തൂർണ പരിപാടിയാണ് ഈ പ്രസവം എന്നുള്ളതാണ് അവന്റെ ധാരണയിലുള്ളത്. എനിക്ക് അതൊക്കെയാണ് ഇവനോടുള്ള വെറുപ്പ്. സത്യം പറയാലോ, ഇപ്പൊ ഇത് പറയുമ്പോഴടക്കം എനിക്ക് നല്ല വെറുപ്പാ. ഞാൻ എത്ര ജോക്ക് അതിൽ കയറ്റിയാലും ശരി, എനിക്കിത് ഭയങ്കര വെറുപ്പാണ്. ഓനൊരു ഉമ്മാനെ ഇന്ന് മോനെ പിരിച്ചതും പോരാ, പിന്നെ ആ ഉമ്മാനെ വരെ പരിഹസിക്കുന്ന പോലത്തെ രീതിയിലാണ് ഇവന്റെ ഓരോ റീൽസും. ഓൻ്റെ റീൽസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതെന്താ തൂറായിരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കണം മോന്റെ ഒരു അവസ്ഥ. ഓങ്കാരന്റെ തൊടുവ് കൂടി മതിലിന്റെ കൂടി അധികം ഇതിന് ചാരിയിട്ട് മാറില്ലാതെ ഓ പെണ്ണാണ്. പെണ്ണിന്റെ വേദന എന്താണ്? അനക്കൊക്കെ പെണ്ണിന്റെ വേദന അറിയാം. ഒരു പെണ്ണിന്റെ വേദന അറിയുന്നവനും പെണ്ണിന്റെ ഓർമ്മയുള്ളവനാണെന്നുണ്ടെങ്കിൽ വേറൊരു പെണ്ണിനെ ഓൻ കരയിപ്പിക്കൂല. മനസ്സിലായോ? അതൊക്കെയാണ് യഥാർത്ഥ പെണ്ണിന്റെ വേദന അറിയണോ, പെണ്ണിന്റെ ഹോർമോണുള്ളവനും. ഒരു പെണ്ണിന് പോലും കഴിയൂല. ഇജ്ജ് നടക്കണ മാതിരി ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ വളഞ്ഞ് നടക്കണ ഇജ്ജ് കണ്ടിട്ടോ? പെണ്ണ് എത്ര മോഡലാണ്, എത്ര പൊളിച്ചായിക്കോട്ടെ, ഇജ്ജ് നടക്കണ മാതിരി ഇങ്ങനെ വളഞ്ചി നടക്കണ ഒരു പെണ്ണിനെ ഇജ്ജ് കാണിച്ചട്ടിക്ക. അപ്പൊ അനക്കെന്നെ അറിയാം അങ്ങനത്തെ ഒരു പെണ്ണില്ല എന്നുള്ളത്, അല്ലേ? പിന്നെ എന്തിന്റെ അർത്ഥത്തിലാണ് ഈ പെണ്ണിന്റെ ഹോർമോൺ എന്നും പറഞ്ഞിട്ട് ഈ ചങ്ങായിയുടെ ജീവിതം കളയുന്നത്? ഇവന്റെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടാണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിമൊന്നും കിട്ടും. നോക്കാം. അല്ലാണ്ട് കുലുങ്ങണ്ട, ഒട്ടത്തേങ്ങ താഴത്തേക്ക് കുക്കും കേട്ടോ. ഇതാ പറയണേ, ഇതൊന്നും എന്റെ മുറിച്ച് കളഞ്ഞാൽ നടക്കൂല. ഇതൊന്നും എന്റെ മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചാടിക്ക നടക്കൂല എന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് കോപ്രായങ്ങൾക്കും റീച്ചിനുമാണ് മെയിൻ ആയിട്ട് ഒരുത്തന്റെ ജീവിതം കൊണ്ട് കളിക്കണെന്നുള്ളത്. അതുകൊണ്ട് ഇത് ഓവറായിട്ട് സെന്റിമെന്റും അത് എന്തുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, എന്താ ഞാൻ ചെയ്തത് തെറ്റ്? ഇത് തുടക്കം മുതൽ ചെയ്തത് തെറ്റാ. മനസ്സിലായോ? തുടക്കം മുതൽ ഈ നിമിഷം വരെ ചെയ്തത് തെറ്റാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റാണ്. ഇത് ട്രാൻസ്ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ഒരാണിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നില്ല. എത്രയേ കല്യാണങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്നിക്കണോ? ആരെങ്കിലും അറിഞ്ഞോ? അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പുതുമയായി തോന്നിയോ? ഒന്നുമില്ല. പക്ഷെ ഇജ്ജ് കാണിക്കുന്നത് തെമ്മാടിത്തരാണ്. അത് മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ് നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്തും കൊണ്ട് പല ചാനലുകളും പല ആളുകളും റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? എനക്ക് ആയിട്ടില്ലേ, ഞാൻ പറഞ്ഞു തരാം. കുറച്ചൊന്നും ഓവറാജ് ഇതാ
അവൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇനി ഉണ്ടോ എന്താ സ്റ്റെപ്പ് അവൻ്റെക്ക് അതല്ല അവിടെ കരഞ്ഞും കൊണ്ടിരിക്കുക അങ്ങനെ നാണം മാനവും വെളുപ്പും ഉണ്ടെങ്കിൽ അവൻ്റെ പേരേക്ക് പറഞ്ഞേക്ക്. അതാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല ചെയ്യാൻ പറ്റുന്ന ഈ ഭൂമിയിൽ ഏറ്റവും നല്ലൊരു കാര്യം. എന്താ ഇതിന്റെയൊക്കെ കോലം ഒന്ന് ആലോചിച്ച് നോക്കാം. എടാ ചങ്ങായി വല്ല യൂണിയൻ പണിക്കും പോയിക്കൂടെ? നല്ല തണ്ടു തടിയുണ്ട്, ചാക്കേറ്റാൻ പോയിക്കും. നല്ല പ്രായത്തിൽ ചെയ്യേണ്ട പണി ഇതൊക്കെ. അനക്ക് വേണ്ടിയിട്ടാണ് ആശി പറയുന്നതൊക്കെ അറിയാം. സ്വന്തം ഉമ്മാനെ നുണച്ചീന്ന് വരെ വിളിച്ചു. ഇത് ഞാൻ പറഞ്ഞല്ല, ഞാൻ കേൾപ്പിച്ചരാ ഒരു മിനിറ്റ്. ഇതാ അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നറിയാം. മുത്തലാഖ് ഞാൻ ഇത് പറയുന്നത് മുത്തലാഖ് ക്ലിയറൊന്നുമില്ല. എന്റെ ഉമ്മേനെതിരെ അപ്പൊ ഉമ്മ മൊത്തം നുണച്ചായിരിക്കും എനിക്ക് അതിൻ്റെതായ പേരുണ്ട്. അതായത് ഞാൻ ക്ലിയർ ഒന്നും അല്ല, അതെനിക്കും അറിയാം. പക്ഷെ എന്റെ ഉമ്മ പിന്നെ മൊത്തം നുണച്ചിയായി മരിക്കേണ്ടി വരുന്നു. അതായത് ഇവനെ കുറിച്ച് പറയുന്നത് മുഴുവൻ നുണയാണ് ആ ഉമ്മ പറയണതെന്ന്. നമ്മളൊക്കെ കണ്ണു പൊട്ടിക്കുകയാണല്ലോ. അമ്മ പറഞ്ഞിട്ട് അറിയണല്ലോ. യാഷിനെ കുറിച്ചിട്ട് പറയാത്ത ആളുകൾ ചുരുക്കമുള്ളൂ. കാരണം അത് എടാ എനിക്ക് മുണ്ടാ എവിടെയോ വോയിസില്ല. അന്യ ആ പെണ്ണിന് ഈ ജാസി പിടിച്ച സമയത്ത് എന്നെ എന്റെ തൊള്ളേണ്ട് പറഞ്ഞിട്ടില്ലേ എന്ത് ഞാൻ അറിയാതെ പെട്ടുപോയതാണ് ഇതില്, ഞാനും അവനും വെറും ഫ്രണ്ട്സ് മാത്രമാണ്. പിന്നെ ഇവൻ വിളിക്കണത് കേട്ടുക്കണോ? ഇവൻ ജാസിനെ വിളിക്കണ എടാ പോടാന്നാ വിളിക്കണത്. എന്നിട്ട് ജാസി മറ്റുള്ള എന്നെ എടീന്ന് വിളിച്ചാൽ മതിന്ന്. ഇവന് പല ഇന്റർവ്യൂവിൽ എടുത്തു നോക്കിക്കോ. ഇവൻ വിളിക്കണത് എടാന്നാ. പിന്നെ ഇവന്റെ വേറൊരു വീഡിയോ ഇറങ്ങിയിരുന്നു. ഏത് കുറ്റിപ്പാറ റെയിൽവേ സ്റ്റേഷനിൽ. അതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ വയസ്സ് തെളിയിക്കുക. ഓൻ്റെ ഉമ്മ പറയുന്നത് ഓനിക്ക് മറ്റേ 36 വയസ്സുണ്ട് 40 വയസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓനിപ്പോ ഐഡന്റിറ്റി കാർഡ് കൊണ്ട് വന്നിട്ട് അത് തപ്പണം നോക്കട്ടോ. 36 വയസ്സായതാണ്. എനിക്ക് 31 വയസ്സ്. ഞാൻ 1995 ജനിച്ചതാണ്. എന്റെ കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര വയസ്സ് ജനിച്ച ഒരു വിദ്യാർത്ഥി ഐഡന്റിറ്റി. അതായത് ഇവനിക്ക് 31 വയസ്സാണ് ഇപ്പൊ ഇവനിക്ക് ആയി. പക്ഷെ ഓന്റെ ഉമ്മ 36 എന്ന് പറഞ്ഞു. ഉമ്മ വലിയ നുണ എന്തോ പറഞ്ഞു എന്നുള്ളതാണ് ഓൻ പറഞ്ഞത്. ഇത് മോനെ രേഖയും കൊണ്ട് വന്നിക്കാണ്. 36 അല്ല 31 അറിയാം. നിങ്ങളിപ്പോ എന്റെ ഒരു 6 മാസത്തെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ മുമ്പ് കണ്ടിരുന്നു. അതിൽ ഓൻ എത്ര പറയണ അറിയോ? 28 വയസ്സ്. നിങ്ങൾ ആ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആഡ് ചെയ്യാത്തത്. ഇവനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവനിക്ക് കൊല്ലം പോകൂല. ഇവന്റെ കണക്കിൽ ഒരു കൊല്ലത്തില് 36 മാസം തോന്നുന്നുണ്ട്. അതാണ് കാരണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 6 മാസം ആയപ്പോഴത്തേക്ക് ഓന് പിന്നെ എത്ര വയസ്സ് കൂടി? 28 വയസ്സെന്ന് ഓൻ പറഞ്ഞിട്ട് 6 മാസം തികഞ്ഞിട്ടില്ല ആ ഇന്റർവ്യൂല്. ഇപ്പൊ എനിക്ക് 31ക്ക് ചാടി. അത് 36 എന്ന് പറഞ്ഞോണ്ട് ഓ 31ന്റെ രേഖയും കൊണ്ട് വന്നിക്ക. ഇതൊക്കെ ഓപ്പ ഉണ്ടാക്കിയ രേഖയെ, ഇതൊന്നും അല്ല. പിന്നെ എന്റെ പിന്നാലെ പഠിച്ചവരെ കണക്ക്, എന്റെ പിന്നാലെ പഠിച്ചവർക്കൊക്കെ ഇപ്പൊ 36 37 ഒക്കെ അയക്കണു. അതുകൊണ്ട് ഇജ്ജ് അത് വിട്. എനക്ക് കിട്ടിയ പേപ്പർ ഇല്ലേ, ഇജ്ജ് ശരിയാക്കി എടുത്ത പേപ്പർ, അയിത്ത കണക്കുണ്ടെങ്കിൽ അത് പറ. ഇനി ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഇവന്റെ വയസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ ഓൻ അപ്പം 30ന്റെ കാർഡും കൊണ്ടുവരും. ഇത് കേറിപ്പോകൂല. പക്ഷെ ഓൻ നോക്കാം കടല വെള്ളത്തിലിട്ട മാതിരിയാവും ചെയ്തു. ഓരോ ദിവസം കൂടുമ്പോൾ ചീർത്ത് വരുന്നുണ്ടോ? അതെന്താ അറിയോ? ഓന്റെ വയസ്സ് കൂടൂല, ഓന്റെ തടി മാത്രമേ കൂടുള്ളൂ. അത്രക്ക് വലിയ ജെല്ലിന്റെ ഹോർമോണാണ് ഓൻ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നൊക്കെ എപ്പോഴും അതേമാതിരി നിൽക്കണു. ഓനിക്ക് ഇങ്ങനെ മലന്ന് കിടന്ന് തിന്നുകയെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ കാണിക്കേണ്ട കോപ്രായങ്ങൾക്ക് മുഴുവൻ ഇവനാണ് ഇഞ്ചക്ഷൻ, മരുന്നും, ലേസറും, മറ്റേതും മറിച്ചതും, നാട്ടിലെ തെറിയും മുഴുവൻ കേൾക്കണത് ജാസിയാണ്. ഓനിക്കിരുന്ന് നക്കുക എന്നുള്ളത് വേറെ അല്ലാത്ത ഒരു പരിപാടിയില്ല. ബാക്കി കാണാം. ഇത് എന്റെ ലൈസൻസിന്റെ കേട്ടോ. ഇതിലെ ലൈസൻസ് കാണുന്നുണ്ടോ? 19/1/1993. കാണുന്നുണ്ടോ? കാണില്ല എല്ലാവർക്കും? എല്ലാരും കണ്ടു. നുണ പറഞ്ഞ ഇജ് എന്നല്ല, ആരും എവിടെയും ജയിച്ച ചരിത്രമല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇജിപ്പൊ കളിക്കുന്ന ഡ്രാമ ഇങ്ങനെ കളിക്ക. ഇത് എത്ര വരെ പോകുന്നുള്ളത് കാണാലോ. പിന്നെ ഓന്റെ ഒരു ന്യായീകരണം എന്താ അറിയോ? ആശി ഉമ്മാനെ തല്ലിക്കൊന്നിട്ടില്ല. എത്രയോ മക്കൾ ഉമ്മാനെ കൊല്ലുന്നുണ്ട്. ആശി ഉമ്മാനെ കൊന്നിട്ടില്ലല്ലോ. ഇതാണ് പോന്റെ അടുത്ത ന്യായീകരണം. കേട്ടില്ലല്ലോ? അതും കൂടി ഒന്നും കേട്ടോളി. ആശി ഉമ്മാനെ തല്ലിക്കൊന്നിട്ടൊന്നുമില്ലല്ലോ. സ്വന്തം മക്കളെ ഉമ്മാനെ വെട്ടിക്കൊല്ലണ്, ഉമ്മാനെ കൊല്ലുന്ന മക്കൾ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആശി ഇഷ്ടമുള്ള ജീവിതം ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടകരം. നിങ്ങൾ എന്താ ആശിനെ പിടിച്ചു ഓന്റെ ഉമ്മാനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ മുമ്പ് കല്യാണം കഴിച്ച വ്യക്തിയാണ്. എനിക്കത്
മുന്നോട്ട് പോകേണ്ട ലൈഫ്, ആ കുട്ടിന്റെ ജീവിതം പോയി, എന്റെ ജീവിതം പോയി. ഇപ്പൊ ആശ എന്റെ അടുത്ത് പിടിച്ച് അന്റെ ജീവിതം എവിടെ പോയി? കുട്ടിയുടെ ജീവിതം പോയി അറിയാം. അന്റെ ജീവിതം എവിടെ പോയി? ഇജോ ആ കുട്ടിയുടെ ജീവിതം ഇവന്റെ ജീവിതം കളഞ്ഞിട്ടേ ഉള്ളൂ. അന്റത് എവിടെയും പോയിട്ടില്ല. അന്റത് ഉള്ളതൊക്കെ അവിടെ ഉണ്ട്. ഈ പെണ്ണാണെന്ന് പറയണെങ്കിലും അണക്കുള്ളതൊക്കെ അന്നെ പടച്ചോനെ എങ്ങനെ സൃഷ്ടിച്ച് അപ്പൊ എന്തൊക്കെ എനക്ക് ഫിറ്റ് ചെയ്തിരുന്നു അതൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ ഇജ്ജ് പറയണേ ഞാൻ പെണ്ണാന്നാ അല്ലെ? ഇവൻ അടിക്കടിക്ക് പോയിട്ട് ഇവന്റെ ഉമ്മാനെ കാണുന്നുണ്ട്. ആരോ ജാസി. കാരണം അവന്റെ ഉമ്മ ഇതിന് ഫുള്ള് സപ്പോർട്ടാണല്ലോ. കണ്ടോ അവൻ വരുന്നുണ്ടോ? ആ പ്രസവിച്ചിട്ട് 90 കഴിഞ്ഞിട്ടില്ലല്ലോ. അവനക്ക് പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കുക. ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഒന്ന് നാട്ടുകാരെ സോഷ്യൽ മീഡിയനെ ഒന്ന് ബോധിപ്പിക്കണം. അതിനുള്ള പേപ്പർ നടക്കാം. ഈ വയസ്സാം കാലത്ത് അവന് ഈ പെട്ടിയും തൂക്കിയിട്ട് അവൻ പോണുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് കോവളത്തേക്ക് വന്ന മതാമേ വേണം. ഒരു പെട്ടിയൊക്കെ തൂക്കി പരത്തൊക്കെ ഇട്ടിട്ടോ അങ്ങനെ പോണണ്ടിട്ടുണ്ടെങ്കിൽ പറയാം പേപ്പർ ശരിയാക്കാനാണ്. എന്താപ്പ ഈ പേപ്പർ മലയാള മനോരമയൊന്നുമല്ല. മോന്റെ ആണാണോ പെണ്ണാണോ അവന്റെ കൊല മുറിച്ചുകൂടെ മുറിച്ചിട്ടില്ലേ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്താ. ഇത്രയും വലിയൊരു ഗതികെട്ടവന്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കണേ. ഓനോന്റെ ഉമ്മനെ കണ്ടിട്ടാ വരുന്നത്. ഓന്റെ ഉമ്മയൊക്കെ ഓൻ ഈ വേഷത്തിൽ കാണുമ്പോൾ ആലോചിച്ച് നോക്കാം. ഇതൊക്കെ ചെറുപ്പം തൊട്ടിട്ട് ഓനെ കാണുന്ന അയൽവക്കക്കാര് ഇവൻ വരുന്ന കാണുമ്പോ അവന്റെ ഉമ്മനോട് പറ, എടി എന്റെ ചെറുക്കതാ വരുന്നു എന്നല്ലേ പറയുള്ളൂ. എന്റെ പെണ്ണിതാ വരുന്നു എന്ന് ആരെങ്കിലും പറയോ? ഇവനെ ചെറുപ്പം മുതൽ അറിയുന്നത് ഇല്ല. പക്ഷെ അവന്റെ തൊലിക്കട്ടി ചില്ലറൊന്നുമല്ല. കുറ്റിപ്പാടം മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ എത്തും തൂക്കി പിടിച്ചിട്ട് ആ ഓരി ഒളഞ്ഞ് നടക്കാൻ കാണിച്ച എന്റെ മനസ്സുണ്ടല്ലോ പൊന്നാര ചങ്ങായി, അന്നൊക്കെ പൂവിട്ട് പൂജിക്കണം.